അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടാറ്റയുടെ പഞ്ച് EV ഉണ്ടല്ലോ. അപ്പോൾ ഈ പഞ്ച് EVയുടെ റേഞ്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികൾ ഇന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ കാണിക്കുന്ന റേഞ്ച് 91 റേഞ്ച് കാണിക്കുന്നുണ്ട്. പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41% ആണ്. അപ്പോൾ കിലോമീറ്റർ 16,921 കിലോമീറ്ററിലാണ് ഇപ്പോൾ വണ്ടി ഓടിയിരിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് എല്ലാം നോക്കിയിട്ട് പിന്നെ വണ്ടി ഫുള്ള് AC നല്ല ലോയിലാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ FM ഒക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ ഓടി നോക്കും. അപ്പോൾ ആ കിലോമീറ്ററിൽ ഇപ്പോൾ ഈ നിലവിലുള്ള 41% എത്ര കുറഞ്ഞിട്ടുണ്ട്, റേഞ്ച് 91 കാണിച്ചത് എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് കുറഞ്ഞത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടി പോകുന്നത്. റോഡിൻ്റെ അവസ്ഥ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഒരു 35 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വണ്ടി പോകുന്നത്. ഇപ്പം തന്നെ 89 ആയിട്ടുണ്ട് റേഞ്ച്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും എന്തായാലും ഞാൻ പോകുന്നത് സ്പീഡ്. കാരണം സിറ്റിയിൽ മാത്രം ആയതുകൊണ്ടിട്ട് ഈ ബ്ലോക്കിൽ ഏകദേശം ഈ ഒരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ വല്ല ഹൈവേ വന്നാൽ മാത്രമേ നമുക്കൊരു 60 പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും 60 മുകളിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണ് നോർമലി ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവസാനം യാത്രകളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ പെർസെൻറ്റേജ് 32 ആണ് ബാലൻസ് വരുന്നത്. റേഞ്ച് ആണെങ്കിൽ 74. വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ 22 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 22 കിലോമീറ്ററിൽ ഓടാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് ആകെ പോയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 9% കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റേഞ്ച് ഇപ്പോഴും 74 കാണിക്കുന്നത്. കാരണം 16 കിലോമീറ്റർ റേഞ്ച് കുറഞ്ഞു. 16 കിലോമീറ്റർ റേഞ്ച് കുറയുമ്പോഴത്തേക്കും 22 കിലോമീറ്റർ ഓടി. അപ്പോഴത്തേക്കും ആവത്തിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം 6 കിലോമീറ്റർ ഇനിയും മീൻസ് റേഞ്ചിൽ 6 കിലോമീറ്റർ കൂടുതലാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും ഓടിയിട്ടില്ലെന്നാണ് റേഞ്ച് പറയുന്നത്. റേഞ്ചിൽ ഒരു 16 കിലോമീറ്റർ 22 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും 16 കിലോമീറ്ററിൻ്റെ റേഞ്ച് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോണും കൂടെ ചാർജ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ടും കൂടെ വണ്ടി ഓടിച്ചത്. അപ്പോഴത്തേക്കും ശരിക്കും നമുക്ക് 22 കിലോമീറ്റർ ഓടാൻ വേണ്ടി എടുത്തത് ഈ സിറ്റിയിൽ 9% ചാർജാണ് വരുന്നത്. അപ്പോൾ പഞ്ച് EVയുടെ ആ ഒരു ചാർജിങ് കപ്പാസിറ്റിയും അതിൻ്റെ ഒരു ഡ്രെയിനേജ് ഒക്കെ വരുന്നത് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.